നമ്മൾ കുറച്ച് അടുക്കളയിലേക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു ഐറ്റംസാണ് നമ്മളൊന്നിവിടെ നട്ടുപിടിപ്പിക്കുന്നത്. നമ്മൾ തക്കാളി, ഇപ്പോൾ തക്കാളിക്ക് 40-45 ഒക്കെയാണ്. ഇനിയിപ്പോൾ മഴ അടച്ചു പിടിച്ച് കഴിഞ്ഞാൽ തക്കാളിക്ക് 100ൻ്റെ പുറത്താവും. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ നട്ടു കൊടുത്താൽ ചിലപ്പം നമുക്കൊരു ആശ്വാസമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ഒരുക്കി വെച്ച മണ്ണാണ്, ചാണകപ്പൊടി എല്ലാം കൂടി മിക്സാക്കിയിട്ട് വെച്ചതാണ്. അപ്പോൾ അതെപ്പോഴും വൈകുന്നേരമാണ് നടാൻ സുഖം. എന്നാലും നേരം വെളുക്കുമ്പോഴേക്കിന് അതിൻ്റെ വേരൊക്കെ ഒന്ന് ഉറച്ചിട്ട് വാട്ടൊക്കെ മാറിയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഉച്ചക്ക് കിട്ടിയതാണ്, നമ്മൾ വെള്ളത്തിൽ വെച്ചതായിരുന്നു. വെള്ളത്തിൽ വെച്ചാൽ കൂടുതൽ വാടില്ല, അതുകൊണ്ട് വെള്ളത്തിൽ വെച്ചായിരുന്നു. ഇപ്പോഴാണ് നടാൻ സമയം കിട്ടിയത്. അപ്പോൾ 2-3 ബാഗിൽ നടാൻ എന്നുള്ളതില്ല. ഇത് നമുക്ക് ഉച്ചക്ക് കിട്ടിയതായിരുന്നു, അപ്പോൾ ഇപ്പോഴാണ് നടാൻ സമയം കിട്ടിയത്. ഇതൊക്കെ മണ്ണ്, ചാണകപ്പൊടി മിക്സുകളൊക്കെ ചേർത്തിട്ട് നമ്മൾ വെച്ചതാണ്. 1-2 മഴ കൊണ്ട് അതിന് ശേഷം നമ്മളതിങ്ങനെ നട്ടാൽ മതി. എപ്പോഴും വൈകുന്നേരമാണ് നടാൻ സുഖം. നമ്മൾ ഓരോ ബാഗിലും 2 തൈ വീതമാണ് നടുന്നത്. കാരണം ചിലപ്പോൾ 2ഉം പിടിക്കും, ചിലപ്പോൾ 1 പിടിച്ച് 1 കേടുവരും. അത് മുളച്ച് വന്നാൽ തന്നെ ചിലപ്പോൾ ചിലതിനൊക്കെ മുരടിപ്പ് വരും. നമ്മൾ മുരടിപ്പ് വരുമ്പോൾ നമ്മൾ പറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഗ്രോ ബാഗ് കാലിയാവും. അതിനാണ് നമ്മൾ 2 വീതം നടുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നെങ്കിലും ബാക്കി വെക്കും. അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിൽ 2 നട്ടെന്ന് കരുതി, തക്കാളി നട്ടെന്ന് കരുതിയിട്ട് പ്രശ്നമൊന്നുമില്ല. 2ഉം പിടിക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ വളവും നനയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും. പിന്നെ ഭക്ഷണത്തിൽ സ്മെല്ല് കൂട്ടാൻ പറ്റുന്ന നെയ്ച്ചോറിലിടുന്നൊരു സൈസ് ഇലയാണ് ഇത്. നെയ്ച്ചോറിലും പിട്ടിലൊക്കെ ഇടാം. അപ്പോൾ അതും കൂടി നമ്മളൊന്ന് നടുന്നുണ്ട്. ഇപ്പോൾ 2ഉം ഒരാൾ നമുക്ക് തന്നതാണ്, തക്കാളിയൊക്കെ. നമ്മളിവിടെ കുരുമുളകിലേക്കും ഫ്രൂട്ട് പ്ലാന്റിലേക്കൊക്കെ തിരിഞ്ഞപ്പോൾ പിന്നെ പച്ചക്കറികൾക്ക് കൂടുതൽ ശ്രദ്ധ ഉണ്ടായിരുന്നില്ല. എന്നാലും ആവശ്യത്തിനൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. കൂടുതലും ശ്രദ്ധ കൊടുക്കാത്തതിൻ്റെ കാരണം വേറൊന്നുമില്ല, നമ്മളിവിടെ ഉണ്ടാക്കുന്നത് മുഴുവൻ ഈ നെരു വന്ന് തക്കാളിയൊക്കെ നശിപ്പിക്കൽ തുടങ്ങി. അതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ നിർത്തി വെച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അടുക്കളയിലേക്ക് വേണ്ട ചില കൂട്ടുകളാണ്. അത് ഏറ്റവും ആവശ്യപ്പെട്ടത് തന്നെയാണ്. നമ്മുടെ അടുക്കള ശരിക്ക് പുകഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അടുക്കള പുകയേണ്ടതും നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗമാണ്. ചെറുതായിട്ടൊക്കെ വീട്ടിലൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഒരു എക്സസൈസിൻ്റെ ഭാഗമെങ്കിലുമായിട്ട് നമ്മൾ വീട്ടിലൊക്കെ ഒന്ന് മേലെ അനങ്ങിയാൽ പച്ചമുളക് 200 അല്ല, ഇനി എന്തിന് വില കൂടിയാലും നമുക്ക് യാതൊരു കുഴപ്പമില്ല. ആവശ്യമുള്ളതിങ്ങനെ നുള്ളിയെടുത്താൽ മതി. നമ്മുടെ ആവശ്യത്തിലധികവും പച്ചമുളകോ എന്ത് വേണമെങ്കിലും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. വീട്ടിൽ ഒരിടത്തു നിന്നല്ല, എവിടെയാണ് നമുക്ക് പറ്റിയ സ്ഥലം അവിടെയൊക്കെ നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ കൂടുതൽ പറിച്ചെടുക്കരുത്. നമ്മൾ ആവശ്യത്തിന് 1-2 ദിവസം ഇതിന് വേണ്ടത് മാത്രം പറിച്ചെടുക്കുക. അപ്പോൾ ഇതിലൊക്കെ ഉണ്ടായിരുന്ന ഒരാഴ്ച മുന്നൊക്കെ നമ്മൾ നുള്ളിയെടുത്താണ്. പിന്നെ ഇത് ആയി വരുന്നുണ്ട്. അപ്പോൾ 1 മാസത്തിലൊക്കെ നമ്മൾ ഗ്രോ ബാഗിലൊക്കെ എന്തെങ്കിലും മണ്ണൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ചാണകപ്പൊടി അങ്ങനെയുള്ളതൊക്കെ ഇട്ട് കൊടുത്താൽ മതി. എന്നാൽ തന്നെ ഇത് കുറേ കാലം നിൽക്കും. കുറച്ച് കാലമൊന്നുമല്ല, നല്ല രീതിയിൽ കുറച്ച് വെയിലുള്ള സ്ഥലം ആവണമെന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചാൽ, മനസ്സ് വെച്ചാലും നമുക്ക് നമ്മുടെ വീട്ടിൽ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഉൽപ്പാദിപ്പിച്ചെടുക്കാം. രാജ്യത്ത് വില കൂടുന്നത് നമുക്കൊരു പ്രശ്നമേ ആവില്ല. വില കൂട്ടുന്നതൊക്കെ അത് രാഷ്ട്രീയക്കാരുടെ ഇഷ്ടങ്ങളാണ്. അത് കൂടിയും കുറഞ്ഞും അങ്ങനെ കഴിഞ്ഞു പോയിക്കോളും. നമ്മളെ വീട്ടിലുള്ളത് നമുക്ക് ഇഷ്ടാനുസരണം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ
വില കൂടുക എന്നുള്ളൊരു, നമ്മൾ വാങ്ങുമ്പോഴാണല്ലോ നമുക്ക് വില കൂടുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങാതിരുന്നാൽ നമുക്ക് വില കൂടില്ല എന്ന് സമാധാനിക്കാം. അപ്പോൾ നമ്മൾ മനസ്സ് വെച്ചാൽ നമ്മളെ വീട്ടിൽ എന്തും ഉണ്ടാക്കിയെടുക്കാം. നമ്മളെ തിപ്പല്ലിയൊക്കെ നന്നായിട്ട് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പലയിടത്തായിട്ട് നമ്മൾ പച്ചമുളക് കൃഷി ചെയ്തിട്ടുണ്ട്. മേലുണ്ട്, താഴെ 2 സ്ഥലത്തുണ്ട്. നമുക്ക് ആവശ്യത്തിന് എത്രയോ പച്ചമുളക് നമുക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും നമ്മൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ ബൈ.